തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുന്ന സഹാബാ, ആ രണ്ടുപേര്, ഒന്ന് ജിബ്രീൽ, രണ്ട് മീകായിൽ അലൈഹിമുസ്സലാം. ഈ രണ്ട് മലക്കുകളാണ് എന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയത്. എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഞാൻ പല കാഴ്ചകൾ കണ്ടു സഹാബാ. ഒരു കാഴ്ച റസൂലുള്ളാഹി വിവരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കവിള്, ഈ രണ്ട് കവിളിന്റെ ഭാഗം നിങ്ങൾക്കറിയുമല്ലോ, ആ കവിളിന്റെ രണ്ട് ഭാഗം ഇങ്ങനെ കീറി പെടലിയിലേക്ക് കൊണ്ടുവരികയാ. ഇങ്ങനെ വലിയ കൊളുപ്പ് കൊണ്ട് വലിച്ചിട്ട് ഈ രണ്ട് കവിളിന്റെ ഭാഗത്തെയും കീറി കീറി അവന്റെ പെടലി വരെ കൊണ്ടുവരികയാണ്. ഇത് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരിമാരെ, ചിന്തിക്കുക. അങ്ങനെ ആ മനുഷ്യന്റെ രണ്ട് കവിളിന്റെ ഭാഗവും വലിച്ചു കീറി പെടലിയിലേക്ക് കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ്. വീണ്ടും അതിനെ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാ. വീണ്ടും അതിങ്ങനെ പൂർവ്വസ്ഥിതിയിലെത്തുകയാ. വീണ്ടും അതിനെ ഇങ്ങനെ കീറുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, ആരാണിത്? ആരാണിത് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, മിണ്ടണ്ട നബിയെ, നടക്കുക. അങ്ങനെ പിന്നീടും പല കാഴ്ചകൾ കണ്ടു. അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിശദീകരിച്ചു കൊടുത്തു. ഓരോ ആളുകളെ പറ്റിയിട്ട് അതിലെ രണ്ട് കവളിന്റെ ഭാഗം ഒരു പ്രത്യേകമായ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് വലിച്ചു കീറിയിട്ട് കവളിങ്ങനെ കീറി 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 പെടലി വരെ കീറി മുറിച്ചത് ആരെയാണെന്നറിയോ? നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഫകദ്ദാബ്, അവന് കളവ് പറഞ്ഞവനാണ്. യുഹദ്ദിസുൽ കദിബ, അവന് കള്ളപ്പരം പറഞ്ഞവനാണ്. ഫതുഹമലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാ. എത്ര അർത്ഥവത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ പറഞ്ഞ സന്ദർഭം എവിടെയാണ്? മദീനയിൽ നടക്കുന്ന കാര്യം മക്കത്തറിയാത്ത കാലമാണ്. മക്കയിൽ നടക്കുന്ന കാര്യം മദീനത്തറിയാത്ത കാലമാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ അവിടെ പറഞ്ഞു, ഈ മനുഷ്യനെ കള്ളപ്പരം പറഞ്ഞ് പ്രചരിപ്പിച്ചവനാണ്. അങ്ങനെ ആ കള്ളപ്പരം എവിടെ എത്തിയെന്നറിയോ? ഫതുഹമലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്. ചക്രവാളം മുഴുവനും ആ കള്ളപ്പരം പരന്നു നടന്നു. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ആ കള്ളപ്പരം എത്തി. അത് കള്ളമായിരുന്നു. ഒരാളെ പറ്റി മോശമായ കളവ് പ്രചരിപ്പിച്ചപ്പോ ആ കള്ളപ്പരം എത്തിയത് എവിടെയാണ്? ഈ ലോകം മുഴുവനും അത് വായിച്ചു. ആരാ ഇതിന് കാരണക്കാരൻ? ഇവനാണ്. ഇവൻ പെട്ടെന്ന് ഫേസ്ബുക്ക് എടുത്തൊരു കുറിപ്പ് എഴുതുകയാണ് ഒരാളെ പറ്റി. അയാൾ ഇന്നയാളാണ്, ഇന്ന സ്വഭാവമുള്ളവനാണെന്ന് എഴുതുകയാ. ഇവൻ എന്ത് നഷ്ടപ്പെടാനാ? ഇവന് നല്ല MB ഉണ്ട്, നല്ല GB ഉണ്ട്, മൊബൈലില് നല്ല റേഞ്ച് ഉണ്ട്, 5G ആണ്. ഇവൻ അവിടെ ഇരുന്ന് വെറുതെ ജോലിയൊന്നുമില്ല, കുത്തിയിരുന്ന് എഴുതുകയാണ്. എഴുതിയിട്ടവനെ പെട്ടെന്ന് അങ്ങ് ഷെയർ പോസ്റ്റ് ചെയ്തു. നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവനും എത്തുകയാ. കമന്റ് എഴുതാ, കമന്റ് രാജാക്കന്മാര്, ഷെയർ ചെയ്യാൻ അവന്റെ ആളുകള്, അതുപോലെ ലൈക്ക് അടിക്കാൻ കുറെ പൊട്ടന്മാര്. ഇതെല്ലാം ലോകത്തിന്റെ മുന്നിലെത്തി. സുബ്ഹാനല്ലാഹ്. ഇവനല്ല കൊടുക്കുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ കണ്ടത്. അവന്റെ രണ്ട് കവിളുകളെയും ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് വലിച്ച് കീറി 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 അല്ലാഹു അവന്റെ പെടലി വരെ കൊണ്ടുവന്നിട്ട് ആ പെടലി എത്തുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഫയുസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഈ ശിക്ഷ തുടർന്നു കൊണ്ടേയിരിക്കുന്നതാ. നിസാരമാണെന്ന് കരുതല്ലേ പെങ്ങളെ. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഛർദിക്കുന്നത്, ആരെങ്കിലും പറയുന്നത് നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നാൽ അല്ലാഹു നമ്മളുടെ ഓരോ പേജിലൂടെയും നമ്മൾ കൊളുത്തിവിടുന്നത് ആരൊക്കെ ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ, ആരൊക്കെ വായിക്കുന്നുണ്ടോ, അതാരെ പറ്റിയായാലും ശരി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നാളെ പരലോകത്ത് ഖിയാമത്ത് നാൾ വരെ അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ അവന്റെ പെടലിയിലേക്ക്, അവന്റെ കവളിൽ നിന്ന് കീറലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതും അവിടെ നിൽക്കട്ടെ. പരലോകത്തെ പറ്റി നമുക്ക് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി നമുക്ക് വലിയ ഗൗരവം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഒന്ന് നിങ്ങൾ അറിയണേ, ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നവനുണ്ടല്ലോ, വിമർശിക്കപ്പെടുന്നവനുണ്ടല്ലോ, അവനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കഥയുണ്ട്.
എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരി ഇമാമും ഇമാം മുസ്ലിം തങ്ങളും പറഞ്ഞ കാര്യമാണ്. സഹോദരങ്ങളെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കൂഫ പള്ളിയിലെ ഇമാമാണ്. കൂഫ പള്ളിയിലെ ഇമാമായി അവിടത്തെ ഗവർണറായി നിശ്ചയിക്കപ്പെട്ടു. അവിടത്തെ മുഴുവൻ ചുമതലയും ആത്മീയ ഭൗതിക ചുമതല മുഴുവനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയത് കൂഫയിൽ വെച്ച് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അങ്ങനെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അവിടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഒരു പള്ളിയിൽ ഇമാമിനെ പറ്റി പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതെന്നറിയോ? ഇപ്പൊ പൊതുവെ കേരളത്തിൽ ഏറ്റവും നല്ല ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പോക്സോയാണ്. ഒരു മുസ്ലിയാരെ പള്ളി എന്ന് പറഞ്ഞു വിടണമെങ്കിൽ ഏറ്റവും നല്ല പണി പോക്സോയാണ്. ആ കുഞ്ഞിന്റെ അവിടെ നുള്ളി ഇവിടെ അടിച്ചു, ആ കുട്ടി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞാൽ മതി. ഹൈക്കോടതിയിലെ വക്കീലുമാര് പറയുന്നത് ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചു, 80% പോക്സോ കേസുകളും വ്യക്തിവൈരാഗ്യങ്ങളാണ്. 80% കേസുകളും വ്യക്തിവൈരാഗ്യമാണ്. കമ്മിറ്റിക്കാരോടുള്ള ചൊറുക്ക്, നാട്ടുകാരോടുള്ള വെറുപ്പ്, ഉസ്താദിനോടുള്ള ദേഷ്യം, സദറിനോടുള്ള അമർഷം, മുഅല്ലിമിനോടുള്ള ദേഷ്യം, ഇതൊക്കെ തീർക്കാൻ പറ്റിയത് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ഒരു ഉളുപ്പോ ഒരു നാണോ ഒരു പേടിയോ ഒരു ലജ്ജയോ ഒന്നുമില്ലാതെ സ്വന്തം മക്കളെ ഉസ്താദ് അവിടെ തൊട്ടു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ചൈൽഡ് ലൈനിൽ കേസ് കൊടുത്തു. നമുക്കറിയാം, നിയമപാലകരുടെ മുമ്പിൽ, കോടതികളുടെ മുമ്പിൽ വാദി എന്ത് പറയുന്നു, സാക്ഷികൾ എന്ത് പറയുന്നു, അതാണ് നീതി, അതാണ് നിയമം. അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവസാനം ഈ വാദികളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പലരും, യഥാർത്ഥത്തിൽ വല്ലതും സംഭവിച്ചോ? ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇനി എങ്ങനെയാ മാറ്റി പറയാ? അല്ലെങ്കിൽ ചിലർ പറയുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് ഇച്ചിരി മൂച്ച് കൂടുതലാ, കിടക്കട്ടെ കുറച്ച് ദിവസം. എത്ര വർഷമാ? 58 കൊല്ലം. ചിലർക്ക് 68 കൊല്ലം, ചിലർക്ക് 13 വർഷം, ചിലർക്ക് 7 വർഷം. ഇതെവിടെ കൊണ്ടുവെക്കും? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള ചില ആളുകളുടെ ചില ജൽപ്പനങ്ങൾ, അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ല, അതായിരുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ല, അദ്ദേഹം നമസ്കരിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കിംവദന്തി പരത്തി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ്, ഇനി നിങ്ങളെ തുടരാൻ യോഗ്യനല്ല. മഹാനവറുകൾ ചോദിച്ചു, എന്താ പ്രശ്നം? എനിക്കെന്താ കുഴപ്പം? നിങ്ങളുടെ നിസ്കാരം ശരിയല്ല എന്നാ പറയുന്നത് ജനങ്ങൾ. പള്ളിയിലെ ഉസ്താദിന്റെ ഖിറാഅത്ത് പോരാ, പ്രസംഗം പോരാ. 10-20 കൊല്ലം പ്രസംഗത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ കുഴപ്പങ്ങളൊന്നും വർഷങ്ങളോളം നിസ്കരിച്ചപ്പോ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉസ്താദിന്റെ നിസ്കാരം പോരാ, ഓതല് പോരാ. എത്രയോ മഹല്ലുകളിൽ ചില കമ്മിറ്റിക്കാരൊക്കെ പറയുന്നത്, നിങ്ങൾ ജീവനക്കാരാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടോളണം, നിങ്ങൾ ശമ്പളം വാങ്ങുന്നവരാണ്, ആ ശമ്പളം വാങ്ങുന്ന നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് യതീംഖാനയുടെ ഒരു വിഷയം ഒരു സ്ഥലത്ത് പറഞ്ഞു. യതീംഖാനയുടെ വിഷയം പറഞ്ഞു. ഞാൻ ഒന്നുകൂടി അത് പറയുന്നില്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പലർക്കും എന്നോട് ദേഷ്യമുണ്ട്. ആ യതീംഖാനയുടെ വിഷയം സത്യസന്ധമായി ഞാൻ പറഞ്ഞു. ആ സത്യസന്ധമായ യതീംഖാനയുടെ വിഷയം പറഞ്ഞ് വേറൊരു പള്ളിയില്, മക്ബറയുള്ള ഒരു പള്ളിയില്, നമ്മൾ എവിടെ മക്ബറ ഇല്ലേ, ഇവിടെ ഒരു മഹാന്തിവിശ്രമം കൊള്ളുന്നില്ലേ? അള്ളാഹു അവരുടെ തണല് നമുക്ക് ഇരുവീട്ടിൽ നൽകട്ടെ. ഇല്ലേ ഇവിടെ മക്ബറ ഇല്ലേ? അല്ല, മക്കാമില്ലേ? ഒരു മഹാനില്ലേ? ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മഹാന്മാരുണ്ട്. ഒരു സ്ഥലത്ത് കേരളത്തിലെ സുപ്രസിദ്ധയായ ഒരു ഗായിക, അവരിങ്ങനെ വന്നിട്ട് പറയാണ്, ഏതൊരു ഉപ്പാപ്പാടെ പേര് പറഞ്ഞിട്ട്, ആ ഉപ്പാപ്പാടെ ഉറൂസ് വരികയാണ്, ഞാൻ ഉണ്ടാവും, എന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, നല്ല പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഉറൂസ് അടിച്ചു പൊള്ളിക്കണം, നിങ്ങൾ എല്ലാരും വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു,
അവിടെ ഇമാം എന്ന് പറയുന്ന ഒരാളില്ലേ? അദ്ദേഹത്തിന് ഇത് തെറ്റാണെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട്, ഉസ്താദുമാരല്ല സാധാരണക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളത് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരു കാര്യം, പല പണ്ഡിതന്മാരും പാവപ്പെട്ട ഉസ്താദുമാര് ഗതികേട് കൊണ്ട് പള്ളികളിൽ നിൽക്കുകയാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കറിയാം ചില ഫാസിസ്റ്റ് മനോഭാവമുള്ള കമ്മിറ്റിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ വെറും ജീവനക്കാരാണ് എന്ന് തോന്നിപ്പിച്ച്, ഞങ്ങൾ ശമ്പളം തരുന്നു, നിങ്ങൾ വാങ്ങുന്നു, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു, നിങ്ങൾ ഞങ്ങളുടെ ജോലിക്കാരാണ് എന്ന ഒരു ധാരണ പല കമ്മിറ്റിക്കാർക്കും ഉണ്ട്. ആ ധാരണ മാറ്റിവെക്കണം. പള്ളിയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പവറാണ്. പള്ളിയിലെ ഇമാമോ ദ്രൗപദി മുർമുവിന്റെ സ്ഥാനത്താണ്, രാഷ്ട്രപതിയുടെ സ്ഥാനത്താണ്. പ്രസിഡന്റിന് ആരാ സത്യപ്രതിജ്ഞയിൽ കൊടുക്കുന്ന? പ്രസിഡന്റ് പുതിയ പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് പുതിയ കമ്മിറ്റി വരുമ്പോ ആ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞയിൽ കൊടുക്കുന്നത് പള്ളിയിലെ ഇമാമാണ്. അപ്പൊ പള്ളിയിലെ ആ നാട്ടിലെ പ്രഥമ പൗരനാരാ? പള്ളിയിലെ ഇമാമാണ്. രണ്ടാം സ്ഥാനമുള്ള പ്രസിഡന്റിന് സെക്രട്ടറിക്കും. ആ തിരിച്ചറിവുണ്ടാകണം. ഇവിടെയൊക്കെ ഉണ്ട് മഹാന്മാരെയും ആലിമീങ്ങളെയൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മണ്ണാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു അങ്ങനെ നിലനിർത്തട്ടെ. ഉറക്കം വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ അർഹിക്കുന്ന ആദരവും ബഹുമാനവും കൊടുക്കണം. അവർ 10-12 വർഷം അള്ളാഹുവിന്റെ ദീൻ, വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിച്ച് ദീനീ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങി ഒരു നാടിന്റെ നായകത്വം വഹിക്കുമ്പോ അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം ഇന്ന് വരെ പൊങ്ങിയിട്ടുമില്ല, ഇന്ന് വരെ താഴ്ന്നിട്ടുമില്ല. മുമ്പാരോ പറഞ്ഞതുപോലെ ക്ലോസറ്റിലെ വെള്ളം പോലെയാണ്, താഴെയില്ല മേലെയില്ല, ഒരേപോലെയാണ്. ശമ്പളം എത്ര ശമ്പളം? ആ ശമ്പളം തന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ശമ്പളം ചോദിക്കുമ്പോൾ ഉസ്താദന്മാര് പറയും 8328 രൂപ 55 പൈസ. ഞാൻ ചാന്ത് കണക്കാ, അത് ശതമാനം വെച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോൾ ശതമാനം വെച്ച് കൂട്ടുകയാണ്. എന്തിനാണ് ഈ പള്ളിയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരിക്കുന്നത്? ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തൂടെ? അവർക്ക് വേറെ അത്ര കച്ചവടം അറിയില്ല, തെങ്ങി കയറാൻ അറിയില്ല, കവുങ്ങി കയറാൻ അറിയില്ല, മച്ചീരി കച്ചവടം നടത്താൻ അറിയില്ല, കപ്പ കച്ചവടം നടത്താൻ അറിയില്ല, അവർക്ക് വേറെ ഒന്നും അറിയില്ല. അവർക്ക് അറിയുന്നത് മക്കളെ പഠിപ്പിക്കലും, നിസ്കാരത്തിന് നേതൃത്വം നൽകലും, നാട്ടിലെ മതവിഷയങ്ങൾ ഇടപെടലും, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അവരുടെ കുടുംബവും കഴിയണം. പള്ളിയിലെ നിസ്കാരം പോരാ എന്ന് പറഞ്ഞ് പരാതി പറയുന്നവർക്ക് ഒരു നേതാവിനെ പരിചയപ്പെട്ടിട്ട് തരാം. സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം പോരെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ കൂഫ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്, അദ്ദേഹത്തിന് പള്ളിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റുകയാണ്, കൂഫ പള്ളിയിലെ ഗ്രാൻഡ് മോസ്കിലെ പള്ളിയിൽ നിന്ന് മാറ്റുകയാണ്. മഹാനായ ഉമർ തങ്ങൾ പിന്നീട് 2-3 പേരെ അയച്ചു കൂഫയിലേക്ക്. എന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു, ഈ സയ്യിദ് ബിൻ അബീ വഖാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സയ്യിദ് ബിൻ അബീ വഖാസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാ പള്ളികളിലും അവരെ ചെന്നു. കാരണം ആരാ പറഞ്ഞു വിട്ടത്? മദീനയുടെ നായകനാണ്, അമീറുൽ മുഅ്മിനീനാണ് പറഞ്ഞു വിട്ടത്. അമീറുൽ മുഅ്മിനീനാണ് പറഞ്ഞു വിട്ടത്. ഓരോ പള്ളിയിലും കൂഫ നാട്ടിലെ ഓരോ പള്ളികളിലും കയറി ചെന്ന് എല്ലാവരോടും ചോദിച്ചു, സയ്യിദ് ബിൻ അബീ വഖാസ് എങ്ങനെയുണ്ട്? അവരെല്ലാവരും പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കാൻ? ഇത്രയും നല്ല മനുഷ്യനെ വേറെ കണ്ടിട്ടില്ലല്ലോ. ചോദിച്ചു, സയ്യിദ് ബിൻ അബീ വഖാസിനോട് നിങ്ങളുടെ നിസ്കാരം ശരിയല്ലേ? അദ്ദേഹം ആണയിട്ട് പറഞ്ഞു ഉമർ തങ്ങളോട്, പടച്ചോനാണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരമാ ഞാൻ നിസ്കരിച്ചത്. ആളുകളെ കള്ളം പറയുന്നതാ തങ്ങളെ. അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തുടങ്ങിയതല്ല ആലിമീങ്ങളോട് പുച്ഛമുണ്ടാവുക, ഇന്ന് തുടങ്ങിയതല്ല ഉലമാക്കളുടെ മേലെ കുതിര കയറുക, അന്നുമുണ്ടായിരുന്നു. കൂഫ നാട്ടിലെ എല്ലാ പള്ളികളിലും ചെന്ന് ചോദിച്ചപ്പോ ആളുകൾക്ക് 100 നാവാണ് ഉസ്താദ് സയ്യിദ് ബിൻ അബീ വഖാസിനെ പറ്റിയിട്ട്. പക്ഷേ ഒരു പള്ളിയിലെത്തി. ആ പള്ളിയിലെത്തിയപ്പോ സഹോദരങ്ങളെ, ആ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അബ്സ് ഗോത്രത്തിന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ ചെന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സയ്യിദ് ബിൻ അബീ വഖാസിനെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, നല്ല രസമുള്ള കഥയാ, ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത കഥയാണ്. ഉസ്താദ് അവിടെ കയറി, താത്ത ഇവിടെ ഓടി, കാക്ക അവിടെ ഇറങ്ങി വരുന്ന കണ്ടു എന്നൊക്കെ കള്ളത്തരങ്ങൾ പറയുമ്പോ എന്താ സംഭവിക്കാൻ പോണതെന്ന് കേട്ടോ. മുത്തഫഖുൻ അലൈഹിയാണ്.
സഹോദരങ്ങളെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് പറയുന്നത്, അദ്ദേഹത്തെ പറ്റി എനിക്കൊരു പരാതി പറയാനുണ്ട്. കൂഫയിൽ ഒരൊറ്റ പള്ളിയിൽ ഒരാൾക്ക് മാത്രമേ പരാതിയുള്ളൂ, ബാക്കി എല്ലാം നല്ല ആളുകളാ. ഇയാളാണ് നാട്ടിലെ പാര. ചില പള്ളികളിൽ പാരക്കാരുണ്ടല്ലോ, ചില പള്ളികളില് ചില മുഫ്തിനീങ്ങളുണ്ട്. മഗ്രിബ് ഇശാ കഴിഞ്ഞാൽ വീട്ടിൽ പോകും, മഗ്രിബ് ഇശാന്റെ ഇടയിൽ വീട്ടിൽ പോകൂല. സുബഹി കഴിഞ്ഞാൽ നേരെ ചായ കുടിക്കാൻ ഓടും, ളുഹർ കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ ഓടും, അസ്ർ കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഓടും, ഇശാ കഴിഞ്ഞാൽ രാത്രി കിടക്കണം, ആഹാരം കഴിക്കണം. ഇത് കിട്ടുന്നൊരവസരം, ഫസാദ് പറയാൻ കിട്ടുന്നൊരവസരമാണ് മഗ്രിബ് ഇശായുടെ ഇടയിൽ 1 മണിക്കൂർ 20 മിനിറ്റ്. രണ്ടാം പള്ളിയോ അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്തോ ഇരുന്നാൽ ബറക്കത്തായിട്ടാണ് തുടക്കം. പള്ളിയിലെ ഇമാമിനെ തുടങ്ങി നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ വരെ എത്തും ഈ 1 മണിക്കൂർ 20 മിനിറ്റിന്റെ ഇടയിൽ. ഫസാദ് അവിടെ നിന്നാ പൊട്ടിപ്പുറപ്പെടുന്നത്. മോദിന്റെ ബാങ്കിന്റെ ശൈലി പോരാൻ തുടക്കം കുറിക്കുന്ന അവിടെ നിന്നാ. അങ്ങനെ ഒരു പള്ളിയിൽ ഒരാൾ മാത്രം പരാതി പറഞ്ഞു, എനിക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു അഭിപ്രായമുണ്ട്. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, ലാ യസീറു ബിസ്സരിയ വലാ യഖസിമു ബിസ്സവിയ വലാ യഅദിലു ഫിൽ ഖളിയ. 3 പരാതി എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയോ? സഅദ് ആരാ? ലാ യസീറു ബിസ്സരിയ വലാ യഖസിമു ബിസ്സവിയ വലാ യഅദിലു ഫിൽ ഖളിയ. സഅദ് യുദ്ധത്തിൽ കൂടെ പോകൂല, സൈന്യത്തെ അയക്കും, കൂടെ പോയി യുദ്ധം ചെയ്യൂല. സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിടും, പക്ഷെ കൂടെ പോയി യുദ്ധം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. 1. പോയവർ യുദ്ധം ചെയ്ത് ഗനീമത്ത് സ്വത്ത് കൊണ്ടുവന്നാൽ അതിനെ ഓഹരി ചെയ്യുന്നത് നീതിയോടെ അല്ല, ചിലർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നാട്ടില് വിഷയം വന്നാൽ വിധി പറയുന്നതിൽ അനീതി കാണിക്കാറുണ്ട്. ഇത് 3 എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളതാണെന്ന് പറഞ്ഞ് ഒരു പ്രായം ചെന്നയാള് അബ്ബസ് ഗോത്രത്തിൽപ്പെട്ട ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു. റിപ്പോർട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൈമാറി. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ലാ യസീറു ബിസ്സരിയതി വലാ യഖസിറു ബിസ്സവിയതി വലാ യഅദിലു ഫിൽ ഖളിയതി എന്നൊരാൾ അഭിപ്രായം പറഞ്ഞിരിക്കാൻ, യുദ്ധത്തിന് കൂടെ പോകൂലെന്നും നീതിയോടുകൂടി വിധി പറയില്ല എന്നും ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ അനീതി കാണിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ശരിയാണോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? കേട്ടോ, പേടിച്ചോ, കാത് കൂർപ്പിച്ച് കേട്ടോ, എല്ലാ ആളുകളും കേട്ടോളൂ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബിയാണ് സഅദ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ തങ്ങളെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. വല്ലാഹി ലാ ദുഅവന്ന ബിസലാസ്. എന്നെ പറ്റി 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 3 കാര്യങ്ങൾ ഓരോന്നിനും ഓരോ ദുആ ഞാൻ ചെയ്യാൻ പോവുകയാ. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബാ. ഈ കൂഫയിലെ അബസ് പള്ളിയിൽ നിന്നുകൊണ്ട് എനിക്കെതിരെ 3 ആരോപണങ്ങൾ പറഞ്ഞ ഇവനുണ്ടല്ലോ, പടച്ചവനെ, കള്ളമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അല്ലാഹുമ്മ അതിൽ ഉംറ വഅതിൽ ഫഖറ വഅരിൽഹു ലിൽ ഫിത്നി. അല്ലാഹുമ്മ അതിൽ ഉംറ, ഇവന് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ നമ്മൾ കരുതും നല്ല ദുആയല്ലേ, കേട്ടോ. വഅതിൽ ഫഖറ, ദാരിദ്ര്യവും കൊടുക്കണേ പടച്ചോനെ. ചില ആളുകൾ ദുആരക്കും, പടച്ചോനെ അവന് ദീർഘായുസും കുഷ്ഠരോഗം കൊടുക്കണേ. തീർന്നില്ലേ? ചില ആളുകൾ ദുആരക്കുന്നുണ്ട്, പടച്ചോനെ അവന് ദീർഘായുസും കൊടുക്കണം, ക്യാൻസറും കൊടുക്കണം. തീർന്നതോടുകൂടി പെട്ടെന്ന് മരിച്ചാൽ അത്ര വേദന കുറഞ്ഞേ ഇരിക്കുള്ളൂ. ഇത് ദീർഘായുസും കുഷ്ഠരോഗം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ രോഗം അവന്റെ ആയുസ്സുള്ളിടത്തോളം അനുഭവിക്കണ്ടേ? ചെറിയ പ്രാർത്ഥനയല്ല, അത്രയും മനസ്സ് വേദനിച്ചു. തന്റെ നമസ്കാരത്തിൽ കുറവ് കണ്ട് എന്ന് പറഞ്ഞ് താൻ രാത്രിയിൽ താൻ യുദ്ധത്തിൽ തന്റെ അണികളോടൊപ്പം പോകുന്നില്ല എന്ന് പറഞ്ഞ്, താൻ നീതിയോടുകൂടിയിട്ട് വിധി കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ്, താൻ ഒരിക്കലും ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ നീതി കാണിക്കുന്നില്ല എന്ന് കള്ളത്തരം പറഞ്ഞ ഇവനെ അല്ലാഹുമ്മ അത്തിൽ ഉംറ, ഇവൻ ആയുസ് കൊടുക്കണം പടച്ചവനെ. വഅത്തിൽ ഫഖറ, ദാരിദ്ര്യം കൊടുക്കണം പടച്ചവനെ. വഅദിൽഹു ലിൽ ഫിത്നി, ഇവൻ മരിക്കുന്നത് വരെയും ഫിത്നയിലാക്കണേ തമ്പുരാനെ. മനസ്സ് വേദനിച്ചവന്റെ പ്രാർത്ഥന. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഓരോന്ന് പ്രചരിപ്പിക്കുമ്പോ മനസ്സു വേദനിച്ച് അങ്ങേ തലക്കിലിരുന്ന് വായിച്ചിട്ട്, അല്ലാഹുവേ
നീ ഇവനെ വിടരുത് എന്നങ്ങാനും ഒരാൾ ദുആ ചെയ്താൽ എന്റെ പൊന്ന സഹോദരങ്ങളെ സംഭവിക്കുന്നത് എന്തെന്നറിയോ? ഈ മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അപവാദം പറഞ്ഞ ഈ മനുഷ്യനുണ്ടല്ലോ, അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു. എങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തു എന്നറിയോ? ഈ മനുഷ്യന്റെ കണ്ണിന്റെ മുകളിലേക്ക് പുരികത്തിന്റെ ആ തൊലി ഇറങ്ങാൻ തുടങ്ങി. കണ്ണ് മൂടി പുരികം ഇറങ്ങിയിട്ട് പ്രായം കൂടി 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 ആളുകൾ പ്രായാധിക്യം വരുന്നവരുടെ ഈ നെറ്റിയുടെ താഴ്ഭാഗത്ത് ഈ പുരികത്തിന്റെ തൊലിയുണ്ടല്ലോ, അതിങ്ങനെ മൂടാൻ തുടങ്ങും. ഈ മനുഷ്യൻ അങ്ങനെ മൂടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത്രയും പ്രായം കൊടുത്തു അല്ലാഹു തആല ആയുസ് നീട്ടിക്കൊടുത്തു. അയാളുടെ കണ്ണ് മൂടി, അയാളുടെ കണ്ണ് മൂടി. ഖദ് സഖത ഹാജിബാഹു അലാ ഐനൈഹി മിനൽ കിബരി. വാർദ്ധക്യം കാരണത്താൽ അയാളുടെ കണ്ണ് മൂടുന്ന പുരികമല്ല കൊടുത്തു. മാത്രമല്ല അയാൾ ഇയാൾക്ക് എന്താ പ്രശ്നം എന്നറിയോ? ആയുസ് അങ്ങോട്ട് അള്ളാഹു നീട്ടിക്കൊടുത്തിട്ട് ദാരിദ്ര്യം കൊടുത്തു എല്ലാവരുടെ മുമ്പിലും പോയി കൈനീട്ടുന്ന അവസ്ഥ. ഈ അവസ്ഥ കൈനീട്ടുന്നതോടൊപ്പം അയാൾ പറയുമായിരുന്നു, ശൈഖുൻ കബീറുൻ മഫ്തൂനുൻ അസാബത്നി ദഅവത്തു സഅദ്. അന്ന് സഅദ് ദുആ ചെയ്തത് ഫലിച്ചിട്ട് അല്ലാഹു എന്നെ ഫിത്നയിലാക്കിയ ഒരു പാവപ്പെട്ടവനാണ്, വല്ലതും തരണേ, വല്ലതും തരണേ, തെങ്ങീന്ന് വീണതാണ്, മരത്തീന്ന് വീണതാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ കൈനീട്ടൂലേ? അതുപോലെ ആയുസ്സിന് ദൈർഘ്യമുണ്ടായി. പുരികത്തിന്റെ മുകൾ ഭാഗം മുഴുവന് കണ്ണിലേക്ക് വീണിട്ട് ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല, ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടിയിട്ട് പറയുന്നു, ഇന്നി ശൈഖുൻ കബീറുൻ മഫ്തൂനുൻ അസാബത്നി ദഅവത്തു സഅദ്. സഅദ് ബിൻ അബീ വഖാസിന്റെ പ്രാർത്ഥന കാരണം ഫിത്നയിലായി പോയ പ്രായാധിക്യം ചെന്ന ഒരു പാവപ്പെട്ടവനാണ്, വല്ലതും തരണേ എന്ന് കൈനീട്ടി നടക്കാൻ തുടങ്ങി. മാത്രമല്ല ഇയാൾക്ക് അല്ലാഹു ഒരു ഫിത്ന കൂടെ കൊടുത്തു. രണ്ടെണ്ണമല്ലേ സ്വീകരിച്ചത്? 3 കാര്യങ്ങളാ ദുആ ചെയ്യുന്നത്. പടച്ചോനെ ആയുസ് കൊടുക്കണം, ആയുസ് നീട്ടിക്കൊടുത്തു. പുരികം കണ്ണിൽ വീഴത്തക്ക നിലയില് ദാരിദ്ര്യം കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ തുടങ്ങി. 3ാമത് പടച്ചോനെ നീ ഫിത്നയിലാക്കണമെന്ന് ദുആ ചെയ്യുന്നല്ലോ. ഇയാളുടെ സൂക്കേട് എന്താണെന്നറിയോ? കൊച്ചു പെൺകുട്ടികൾ അതുവഴി നടന്നു പോയാൽ അവരെ തൊടുന്ന പരിപാടി അല്ലാഹു കൊടുത്തു. അവസാനം നാട്ടുകാർ ഓടിക്കാൻ തുടങ്ങി. കൊച്ചു പെൺകുട്ടികൾ അത് വഴി പോകുമ്പോ അവരെ തോണ്ടും, അവരെ അവിടെ തൊടും, ഇവിടെ തൊടും. പ്രായം ചെന്ന മനുഷ്യനാണ്, ആയുസങ്ങ് നീട്ടിക്കൊടുത്തു. കണ്ണിലൂടെ പുരികമിറങ്ങി. ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ തന്റെ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ഭാവി കാലത്തെ പിടിച്ചു നിർത്താൻ വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ അയാൾ കൈനീട്ടാൻ തുടങ്ങി. അങ്ങനെ കൈനീട്ടി അയാൾ ഫിത്നയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ചെറിയ പെൺകുട്ടികൾ പോയാൽ അവിടെയും ഇവിടെയും തൊട്ട് അല്ലാഹു തആല അയാളെ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും ഇളിഭ്യനാക്കി, അപഹാസ്യനാക്കി. ആ മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിച്ചു. എന്ത് തെറ്റാ? കള്ളു കുടിച്ചതല്ല, പലിശ വാങ്ങിയതല്ല, വ്യഭിചരിച്ചതല്ല, ശിർക്ക് ചെയ്തതല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഖൗലു സൂർ. വേദനിക്കുന്നൊരു ഹൃദയം അപ്പുറത്തുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കള്ളത്തരം പറയുമ്പോ അവന് ഒരു കുടുംബം ഉണ്ടെന്ന് മറന്നു പോകരുത്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല ഗ്രാഹ്യശേഷിയുള്ള, നല്ല ചിന്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ബുദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി ഞാൻ 5ാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ, സമയം അതിക്രമിക്കാൻ. ഇനി ആകെ അരമണിക്കൂർ എനിക്കുള്ളൂ, 1.5 മണിക്കൂർ കഴിഞ്ഞു. 5ാമത്തെ കാര്യം, അത് വളരെ ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കണം. 5ാമത്തെ കാര്യം അതാണ് ഇന്ന് പലരും ബന്ധങ്ങൾ അറ്റുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ 5ാമത്തെ കാരണമാണ്. എന്താണെന്നറിയോ? പലരുടെയും ബന്ധങ്ങൾ ഇപ്പൊ ഞാൻ നോക്കൂ, ഞാനിപ്പോ ഇവിടെ വന്നു, ഞാന് 1:30-ക്കെത്തി. ബഹുമാന്യനായ നമ്മുടെ ഇതിന്റെ സംഘാടകർ അവര് ഒന്നും അറിയേണ്ടി വന്നില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ താജു നെല്ലിക്കട്ട്, അദ്ദേഹത്തിന്റെ മകളുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ഉസ്താദുമാരോടും സംഘടനാ വേർതിരിവില്ലാതെ അദമ്യമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സഹോദരനാണ്. ഏത് ഉസ്താദുമാര് വന്നാലും വലുതായാലും ചെറുതായാലും വളരെ സ്നേഹത്തോടെ വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം നൽകി
അവരെ കിടത്തി ഉറക്കാൻ അവസരം കൊടുത്ത് നല്ല നിലയിൽ ആലിമീങ്ങളോട് വലിയ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു രോഗമാണ്. അള്ളാഹു സമ്പൂർണമായ കാമിലായ മുസ്തമിറായ ദായിമായ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാഹ് പച്ചവെള്ളം കൊണ്ട് അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്ത തമ്പുരാനെ, 22 ലക്ഷം രൂപയോളം ചെലവഴിച്ച് സർജറി നടത്തിയ ആ സർജറി വിജയകരമാക്കി കൊടുക്കണം തമ്പുരാനെ. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായ ദുആരക്കി. നമുക്ക് നാളെ അസുഖം വരാതെയും വന്നാൽ ദുആരക്കാൻ ഒരു സമൂഹത്തെ അള്ളാഹു നമുക്ക് നൽകി അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും ദുആരക്ക്. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. തിരിച്ച് കൊണ്ടുപോയി രാവിലെ 7 മണിക്കുള്ള വന്ദേ ഭാരതിൽ കയറ്റി വിടുന്നത് വരെയും അദ്ദേഹമാണ് എന്റെ കഫീല്. നിങ്ങളെ നോക്കൂ, റസാക്ക് വന്നു. എന്തിന്റെ പേരിലാണ്? ഒരു സ്നേഹമാണ്, ഒരു സ്നേഹമാണ്. കഴിഞ്ഞ വർഷം പ്രസംഗിച്ചിട്ട് പോയി, ഈ വർഷം വിളിച്ചു. ഇതൊരു സ്നേഹമാണ്. നിങ്ങൾ എന്ത് തന്നാലാ മതിയാവുക? പ്രസംഗിക്കുന്നതിന് എന്ത് തന്നാലാ മതിയാവുക? ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇത്ര രൂപ പിരിച്ചാൽ ഇത്ര രൂപ. അതൊക്കെ പണ്ട് ഒരുപാട് പഴകിയ ചില കമന്റുകളാണ്. പുതിയതുണ്ടെങ്കിൽ എടുക്കട്ടെ നമ്മൾ പറയുന്നത്, പുതിയതുണ്ടെങ്കിൽ എടുക്കട്ടെ. പണ്ടത്തതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹബന്ധമല്ലേ വലുത്. നാളെ ഞാൻ മരിച്ചെന്ന് കേട്ടാൽ ഓടി നിങ്ങളെത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഓടിയെത്തും. ഈ ഒരു സ്നേഹബന്ധമാണ്, ഈ ഒരു സ്നേഹബന്ധമാണ്. എന്ത് ദുആയ നമുക്ക് കിട്ടുന്നത്. എത്ര സഹോദരിമാരാ ദുആരക്കുന്നത്. എത്രമാത്രം സഹോദരങ്ങളാണ്, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ എത്ര സഹോദരങ്ങളാണ്. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ, ഞാൻ വന്ദേ ഭാരതില് ഇങ്ങോട്ട് വരുമ്പോ എന്റെ അടുത്ത് എറണാകുളത്ത് നിന്ന് ഒരു സഹോദരൻ കയറി. അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഫ്ലൈറ്റിൽ വന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അദ്ദേഹം അടുത്ത് വന്നിരുന്നിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മനസ്സിലായി, എന്നെ മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന്റെ നാടൊക്കെ പറഞ്ഞു, ഞാൻ ആ നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പോകാൻ നേരത്ത് ഒരു ചെറിയൊരു അത്തർ എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇത് മണമുണ്ടോ സുഗന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അത് മണമുണ്ടോ ഇല്ലേ അതല്ല, ആ തന്ന ആ ഒരു സ്നേഹം, അതിനാണ് ബഹുമാനം, അതിനാണ് ആദരവ്, അതാണ് സ്നേഹബന്ധം. അദ്ദേഹം നമ്പർ വാങ്ങിപ്പോയി. അപ്പൊ ഈ ഒരു സ്നേഹബന്ധം വേറെ ആർക്കാ കിട്ടുക? വേറെ ആർക്കാ കിട്ടുക? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ആദരവല്ലേ വഅള് പറയുന്ന ഉസ്താദുമാർക്ക് കൊടുക്കുന്നത്, ദുആക്കി വരുന്ന തങ്ങന്മാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ അത് കണ്ടിട്ട് കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കോ കഴിഞ്ഞില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ മക്കളെങ്കിലും നല്ലതുപോലെ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം. മരിക്കുന്ന നേരത്ത് നിങ്ങളുടെ മക്കളെ ഇതുപോലെ ആദരവ് കിട്ടുന്നതും 10ഉം 25ഉം ഒക്കെ കിട്ടുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയാം. അല്ലെങ്കിൽ ഈ നിരാശയോടുകൂടി കണ്ണടയും. ദുനിയാവിലും നിരാശ, ആഖിറത്തിലും നിരാശ. എന്തിനാ? അതുകൊണ്ട് ഉസ്താദുമാർക്ക് 25,000 50,000 കിട്ടുന്നു എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന എന്റെ പൊന്ന് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കോ വിവരവും വിദ്യാഭ്യാസവും അലിഫാക്ഷരവും മൂത്രമൊഴിച്ചാൽ കഴുകാനും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ മക്കളെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ട് അതെങ്കിലും കണ്ടിട്ട് മരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ പറയുന്നത് സ്നേഹബന്ധം അത് വലുതാണ്. പക്ഷെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് തെറ്റിദ്ധാരണ മൂലമാണ്. അഞ്ചാമതായി അള്ളാഹു വർജിക്കണമെന്ന് പറഞ്ഞത് കള്ളുകുടി പോലെ, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ, അതുപോലെ വിഗ്രഹാരാധന പോലെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കുക, തെറ്റിദ്ധാരണ. യാ അയ്യുഹല്ലദീന ആമനു ജതനിബൂ കസീറൻ മിനൽ ലന്നി ഇന്ന ബഅദൽ ലന്നി ഇസ്ം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ വെടിയേണ്ട അഞ്ചാമത്തെ കാര്യം ഏതെന്നറിയോ? അത് ഊഹാഭോഗങ്ങളാ. ഒരാളെ പറ്റിയും നിങ്ങൾ ഊഹിക്കല്ലേ. കാരണം ഇന്ന ബഅദൽ ലന്നി ഇസ്ം, ചില ഊഹങ്ങൾ പാപമാണ്, ചില ഊഹങ്ങൾ പാപമാണ്. സഹോദരാ, നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏറ്റവും വലിയ കള്ളത്തരം, ഏറ്റവും വലിയ പൊളിവാചക, ഏറ്റവും മോശമായ വാക്കേതെന്നറിയോ? ഇയ്യാകും വല്ലന്നാ ഫഇന്നല്ലന്നാ കദബുൽ ഹദീസ്.
ഇബ്ലീസ് ഏറ്റവും വലിയ പൊളിവാചകം, ഏറ്റവും വലിയ മോശമായ വാക്ക്, അത് നിങ്ങൾ ഊഹിച്ചിട്ടൊരു കാര്യം പറയലാണ്. ഒരാളെപ്പറ്റി നിങ്ങൾ മോശമായ ഊഹം പറയലാണ്. അങ്ങനെ ഊഹിക്കാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ലെന്നല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അതാ വഴിയിലിരിക്കുകയാണ്. വഴിയിലിരുന്നവർ സല്ലപിക്കുന്നു, സൊറ പറയുന്നു, അവര് ചിരിക്കുന്നു, കളിക്കുന്നു, രമിക്കുന്നു, രസിക്കുന്നു. ഇത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാർ വലിച്ചെടുക്കുകയാ. എന്നിട്ട് അയാളെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തി. ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, എന്നെ തല്ലല്ലേ, ഞാൻ മോശക്കാരനല്ല. ഇതിന്റെ കെട്ടിയോളാണ്, ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണിത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അലാ ഹൈസു ലാ യറാക അഹദും മിനന്നാസ്. എടാ, ജനങ്ങൾ കാണാത്തടത്ത് പോയിരുന്നതൊക്കെ ചെയ്തൂടെടാ. ആളുകൾ കാണുന്ന നിലയിൽ എന്തിനാ നീ ഇത് ചെയ്യുന്നത്? അറിയണേ, കാസർഗോഡ് ജില്ലക്കാരാ, ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന ചില സ്കൂളുകൾ നമ്മുടെ ജില്ലയിലുണ്ട്. ചില ബസ് സ്റ്റോപ്പുകളും ബസ് സ്റ്റാൻഡുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവിടത്തെ ചില ചിത്രങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഒരു കാര്യം അറിയണേ, സ്വന്തം ഭാര്യയായിട്ട് പോലും സ്വന്തം ഭാര്യ ഹലാലായി മഹർ കൊടുത്തു താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോ, അവളോടൊന്ന് സംസാരിച്ചപ്പോ, അവളോടൊന്ന് സല്ലപിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാറടിക്കാൻ ശ്രമിച്ചെങ്കിൽ, ആരെ കാണാത്തടത്ത് പോയിരുന്നൂടെടാ എന്ന് ചോദിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയല്ലാത്ത പെണ്ണിനെ, ഭർത്താവല്ലാത്ത ചെറുപ്പക്കാരനെ, നടുറോട്ടിൽ നിന്ന് തോളിൽ കൈയിടുന്ന കോളേജിൽ പഠിക്കുന്ന പെങ്ങളെ, നിങ്ങൾ പറയുന്നത് എന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഇന്നലകളിലുള്ള ജീവിതമല്ല ഇന്നുള്ളത്, ഇന്നലത്തെ ജീവിതമല്ല ഇന്നുള്ളത്, ഇന്നലത്തെ സംസ്കാരമല്ല ഇന്നുള്ളത്. എന്റെ പെങ്ങളെ, അല്ലാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ കോളേജുകളിൽ പഠിക്കുമ്പോ അതോടെ മര്യാദയോടെ നല്ല നിലയ്ക്ക് പഠിക്കണം. നിങ്ങൾ തിരിച്ചു വരുമ്പോ കല്യാണം, ഒരു കോളേജ് വിട്ട് പോകുന്ന, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും 10-17 വയസ്സൊക്കെ ഉള്ളൂ. ഇവറ്റകൾ ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടിട്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ എന്നോട് പറയാ, ഉസ്താദെ, എനിക്ക് 10-60 വയസ്സായി, പടച്ചോനാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയോട് വീട്ടിൽ പോലും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പരസ്യമാണ്, ഇതെല്ലാം പരസ്യമാണ്. കോഴിക്കോട് 2 പരിപാടി ഉണ്ടായിരുന്നു, 2 ദിവസം കോഴിക്കോട്. അപ്പോ എന്നോട് പറഞ്ഞു, കോഴിക്കോട് ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് 2ാം ദിവസത്തിന്റെ പകലില് നമുക്കൊന്ന് വെറുതെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള 2-3 പേരെ എന്നെ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ കുറെ കുടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, കുറെ കുടകൾ, കുടകൾ ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ കുടകൾ. അപ്പൊ ഞാൻ എനിക്കെന്താ, ഒരു കടലിന്റെ ഈ കരയില് ഇങ്ങനെ കുടകൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കും, ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ട് പോവാ ബീച്ചില്. അപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ കുട കമിഴ്ത്തി വെച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, കുട കമിഴ്ത്തിയതല്ല, ആ കുടയുടെ അടിയിൽ ഓരോരുത്തരുണ്ടാവും. നോക്കുമ്പോൾ എല്ലാം യൂണിഫോമാണ്, എല്ലാം യൂണിഫോം ധരിച്ചതാണ്. രക്ഷകർത്താക്കൾ അറിയുന്നില്ല, സ്കൂളിൽ അവരന്വേഷിക്കുന്നില്ല, കുട്ടികളെ അഴിച്ചുവിടുന്നു. നിർബന്ധിച്ചിട്ട് അവരെ പാടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഭീഷണി, ഞാൻ കെട്ടി തൂങ്ങി ചത്തുകളയും, നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ മരിച്ചു കളയും. പേടിയാണ്. ലോകം വല്ലാതെ ഒരു മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഊഹിക്കരുത്, ഒരാളെ പറ്റിയും നിങ്ങൾ ഊഹിക്കരുത്. ഒന്നും
ജനങ്ങൾ നമ്മളെപ്പറ്റി തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താനും പാടില്ല. അറിയുമോ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാ. കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തവാഫ് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കഅബാലയത്തെ തവാഫ് ചെയ്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കഅബയുടെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കുകയാ. എന്നിട്ട് കഅബ ശരീഫിനെ നോക്കിയിട്ട് പറയുന്നു, മാ തുയബകി വതിയബരിഹകി മാ അഅലമകി വഅഅലമ ഹുർമതകി. എന്തോരു സൗരഭ്യമാ കഅബേ, എന്തോരു മനോഹരമാ കഅബേ, എന്തൊരു ആദരവാ കഅബ ശരീഫേ നിനക്കല്ല തന്നത്. എത്ര മഹത്വമാണ് കഅബ നിനക്കുള്ളത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, പടച്ചോനെ തന്നെയാണ് സത്യം, ലഹുർമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹ് ഹുർമത്തൻ മിൻകി. അല്ലാഹുവിന്റെ റസൂൽ കഅബ ശരീഫിനെ നോക്കിയിട്ട് പറയുകയാണ്, എത്ര ബഹുമാനമാണ് അല്ല നിനക്ക് തന്നത്, എത്ര ആദരവാണ് അല്ല നിനക്ക് തന്നത്. എന്നിട്ട് പറയുന്നു, പടച്ചോനാണ് സത്യം. ഒരു വിശ്വാസിയുടെ ഹുർമത്ത്, അവന്റെ ആദരവ്, അവന്റെ മഹത്വം, അവന്റെ ബഹുമതി അഅലമു ഇൻദല്ലാഹി ഹുർമത്തൻ മിൻകി, നിന്നെക്കാൾ ആദരവാണ്, നിന്നെക്കാൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആരെക്കാൾ? കാസർഗോഡ് ജില്ലയിലെ ചൗക്കിയിലെ എന്റെ മോമിനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ മഹത്വം അറിയണോ? കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തികൊണ്ട് കഅബ ശരീഫിനെ പണി കഴിപ്പിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവിടുത്തെ റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തിൻ തിരുനാവിലൂടെ ലോകത്ത് പഠിപ്പിച്ചത് കഅബാലയത്തെക്കാൾ മഹത്വമാണ് കാസർഗോഡ് ജില്ലയിലെ ചൗക്കിയിലെ ഒരു മോമിനായ മനുഷ്യന്, ഒരു മോമിനായ സ്ത്രീ. ആരെക്കാൾ? ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഞാൻ ആരെക്കാൾ മഹത്വമാണ്, ഞാൻ ആരെക്കാൾ മഹത്വമുള്ളവനാണ്. കഅബ ശരീഫിന്റെ മഹത്വത്തെക്കാൾ എനിക്ക് മഹത്വം തന്നിട്ടുണ്ട് മാലുഹു, എന്റെ പണം, ദമുഹു, എന്റെ രക്തം. എന്റെ പണവും എന്റെ രക്തവും എന്റെ അഭിമാനവും കഅബ ശരീഫിനേക്കാൾ മഹത്വമാണ്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സിഹാഖു സിത്ത, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ലോകത്ത് മുജാഹിദും ജമാഅത്തും തബ്ലീഗും സുന്നി ഒക്കെ അംഗീകരിക്കുന്ന 6 പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്. അതിൽ ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ് പറയാണ്, ഞാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹി തവാഫ് ചെയ്യുന്നു, എന്നിട്ട് കഅബയുടെ തണലിൽ വന്നിട്ട് പറയുന്നു, കഅബേ എത്ര മഹത്വമാണ് നീ, എന്ത് അഴകാണ് നീ, എന്ത് രസമാണ് നീ, എന്ത് സൗരഭ്യമാണ് നീ, എന്ത് സൗന്ദര്യമാണ് നീ, എന്ത് ചേതോഹരമാണ് നീ. പക്ഷേ നിന്നെക്കാൾ മഹത്വമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സമ്പത്തിനും അവന്റെ അഭിമാനത്തിനും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ബിഹി ഇല്ലാ ഖൈറാ, അതുകൊണ്ട് ഒരു മുഅ്മിനിനെ നല്ലതല്ലാതെ ആരും ചിന്തിക്കരുത്. കഅബാലയത്തിന്റെ ഫോട്ടോ വരച്ചിട്ട് ഒരുത്തൻ ഇത് പൊളിക്കണമെന്നോ, ഇത് തെറ്റാണെന്നോ, ഇത് പണ്ട് നമ്മുടെ എന്തോ ലിംഗോ ഒക്കെ ഇരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമോ ഇല്ലേ? വരുവോ ഇല്ലേ? വരൂലേ? വരും. ആ ദേഷ്യം വരുന്ന നമ്മള് കഅബയേക്കാൾ മഹത്വമുള്ള ഒരുത്തനെ പറ്റി പറയാണ്, ഇവൻ അങ്ങനത്തവനാണ്, ഇവൻ ഇങ്ങനത്തവനാണ്. അതാ പറഞ്ഞത്, നമ്മൾ ഇതുവരെയും ബോധം വന്നിട്ടില്ല, ഇതുവരെയും ബോധം വന്നിട്ടില്ല. കഅബാലയത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഇത് പൊളിക്കണം, ഇത് പണ്ട് ശ്രീ ചാമുണ്ടീശ്വരിയുടെ എന്തോ സാധനത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും, പോയി പണി നോക്കട, കഅബ ഞങ്ങളുടെ നെഞ്ചകത്താടോ, വിട്ടുതരൂലോ എന്നൊക്കെ നമ്മൾ പറയും. ഭയങ്കര ധീരതയോടുകൂടി പറയും, സധീരം നമ്മൾ ആ കാര്യം പറയും. പക്ഷേ ആ കഅബയേക്കാൾ മഹത്വം ഉള്ളവനെ നമ്മൾ അടുത്ത നിമിഷം ഫേസ്ബുക്കിലൂടെ അവന്റെ ഫോട്ടോ എടുത്തിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും, ഇല്ലെങ്കിൽ അവനെ പറ്റി തെറ്റിദ്ധാരണ നമ്മൾ പരത്തിയെങ്കിലും ചെയ്യും. അല്ലേ? ഇത് തെറ്റെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. ആരെ പറ്റിയും നമ്മൾ മോശമായതൊന്നും ചിന്തിക്കരുത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. 9-10 ദിവസം വാഴലുണ്ട്. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മടുപ്പിച്ചാൽ നിങ്ങൾക്ക് നിസ്കാരം പോലും ചുരുക്കണമെന്നും ദുആ പോലും ചുരുക്കണമെന്നൊക്കെയാണ് ഹദീസ്. പിരിവൊക്കെ എടുത്തു തരാം. പക്ഷേ അപ്പൊ പ്രസംഗോ കുറെ ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, കുറെ നേരം കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് ഉറങ്ങും. ഞാനിങ്ങനെ പ്രസംഗിക്കും, എന്റെ കാര്യമില്ലല്ലോ.
എല്ലാം വളരെ കുറഞ്ഞ്, നിസ്കാരം ദൈർഘ്യം കുറയ്ക്കണം, ബാക്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയിരിക്കുന്നവരുണ്ടാവും, ദുആ വളരെ ചുരുക്കണം, കാരണം പുറകിൽ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടാവും. അപ്പൊ പ്രസംഗോ ആവശ്യത്തിന് മതി. അതുകൊണ്ട് ഇഷ്ടംപോലെ ദിവസം നിങ്ങൾക്ക് വാളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാൻ, ആരും എഴുന്നേറ്റ് പോകരുത്. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് 3:30 മണിക്ക് യാത്ര തിരിച്ച് 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 5:15 വണ്ടി കയറി 1:30 മണിക്ക് കാസർഗോഡ് വന്ന് ഇവിടെ പ്രസംഗിക്കാൻ വന്നു. ഇന്ന് ചെന്ന് കിടന്ന് സുബഹി നിസ്കരിച്ച് 7 മണിക്കുള്ള ട്രെയിൻ കയറി 3:30 മണിക്ക് തിരുവനന്തപുരത്തെത്തി. അവിടെ നിന്ന് കാറിൽ എന്റെ വീട്ടിലെത്തുമ്പോഴേക്ക് 5 മണിയാകും. നിങ്ങൾ അടുത്ത ദിവസത്തെ പണി കഴിഞ്ഞിട്ട് അടുത്ത നാളാരാ വാഴ പറയുന്നത് മദനിയം അല്ലേ, അബ്ദുൽ ലത്തീഫ് സക്കാഫി അല്ലേ, അദ്ദേഹത്തിന്റെ വാഴ് കേൾക്കാൻ വേണ്ടി മാരി കഴിഞ്ഞ ഉടനെ വരണമെന്ന് ഖജാൻജി പറയുകയും ചെയ്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഞാൻ എന്റെ വീട്ടിലെത്തേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്നിട്ട് അവസാനം ഞാൻ പ്രസംഗം കൊണ്ട് നിർത്തും എണീറ്റ് പോയാൽ അതൊരു മര്യാദയല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗം കഴിഞ്ഞിട്ടിരിക്കണം. പ്രസംഗം കഴിഞ്ഞാലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ദുആയും ചെയ്തിട്ട് എല്ലാരെ പറ്റി നല്ലതാണെന്ന് ചിന്തിക്കും, നല്ലതാണെന്ന് ചിന്തിക്കും. ആരെ പറ്റി മോശമായി ചിന്തിക്കണ്ട, നല്ലതാണെന്ന് ചിന്തിക്കും. ഞാനിപ്പോ ഈ ഈജിപ്തിൽ യാത്ര പോയപ്പോ എന്റെ കൂടെ കരുനാഗപ്പള്ളി ഭരണിക്കാവിലുള്ള ഒരു സുനീർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നൈൽ നദിയൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ വരുമ്പോ ഞങ്ങളൊരു 10-11 പേര് വണ്ടിക്കകത്തുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഇവിടത്തെ കാക്കകളെയൊക്കെ കണ്ടു, അതൊക്കെ വെളുത്ത ചിറകുള്ള കാക്ക എന്ന് പറഞ്ഞു. വെളുത്ത ചിറകുള്ള കാക്ക നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വെളുത്ത ചിറകുള്ള കാക്ക ഉണ്ടോ? വെളുത്ത ചിറകുള്ള കാക്ക കാസർഗോഡ് ഉണ്ടോ? അപ്പൊ ഞാനും പറഞ്ഞു, ഞാൻ അപ്പൊ ഒരു ഹദീസ ഓർത്തത്, അൽ മർഅത്തു സ്വാലിഹത്തു കൽ ഖുറാബിൽ അസ്സം, സത്വൃത്തയായ പെണ്ണ് വെളുത്ത ചിറകുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് എവിടെയെങ്കിലും ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കണ്ടത് വെളുത്ത ചിറകുള്ള കാക്ക ആയിരിക്കൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ മെഡിറ്ററേനിയൻ ആ കടലൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം എവിടെന്നോ ഓടിപ്പടച്ച് വരിക, ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട്. നോക്കുമ്പോണ്ട് ഫോട്ടോ എടുത്തോണ്ട് വരിക. ഈജിപ്തിലെ ചില കാക്കകൾക്ക് വെളുത്ത ചിറകാണ് കൊണ്ട് കാണിച്ചു. അപ്പൊ അവിടെ ഇരുന്ന എല്ലാ ആളുകളും അത്രയും നേരം അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുക ചെയ്തത്. ഒരു മനുഷ്യനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് അയാളെ നശിപ്പിക്കലാണ്, അയാളെ നശിപ്പിക്കലാണ്. എത്രയോ വാക്കുകൾ. ഒരാൾ നടന്നു പോകുമ്പോ ഒരു പെണ്ണും ഒരു ചെക്കനും ഇരിക്കുന്നു, മദ്യപിക്കുന്നു. അപ്പൊ ഇയാള് ചിന്തിച്ചു, എന്താ, ഓഹ് എന്തൊരു മനുഷ്യനാണ്, ഒരു പെണ്ണുമായിട്ട് നടു റോട്ടിലിരുന്ന് മദ്യപിക്കാൻ. ഈ സംസാരം കേട്ടിട്ട് അയാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കമിതാക്കളല്ല, ഇതെന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. ഞാൻ കൊടുത്തത് മദ്യമല്ല, എന്റെ ഉമ്മയുടെ ക്ഷീണം മാറ്റാൻ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോ സ്വന്തം മാതാവിനെ മറ്റൊരു പെണ്ണായി ചിത്രീകരിച്ച് മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് ആ കുടിക്കാൻ ജീവൻ നിലനിർത്താൻ കൊടുത്ത വെള്ളം മദ്യപാണെന്ന് തെറ്റിദ്ധരിച്ച ഈ മനുഷ്യൻ പാപിയായില്ലേ? നമ്മൾ വിലയിരുത്തി, പഞ്ചസാരയും ഉപ്പും വെളുപ്പാണ്. തൊട്ട് നാവില് വെക്കുമ്പോഴാണ് അറിയുന്നത് ഇത് ഉപ്പ്, ഇത് പഞ്ചസാര, ഇത് മധുരം, ഇത് ഉപ്പ് രസമാണെന്ന് അറിയുന്നത് അപ്പോഴാണ്. രണ്ടും ഒരുപോലെയാണ്. തെറ്റിദ്ധാരണ മാറ്റം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. ആ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് സഫിയ റളിയല്ലാഹു തആല അൻഹാ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ സഫിയ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നു. രാത്രി ഒരുപാട് നേരം സംസാരിച്ചു. നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു. പുറത്തിരിക്കുന്ന
പ്രവർത്തിക്കുന്ന സഫിയ ബീവിയുമായിട്ട് സംസാരിച്ച് നബിതങ്ങൾ പള്ളിയുടെ മുറ്റത്തിരുന്ന് കുറെ വർത്തമാനം പറഞ്ഞു. രാത്രി സമയം ഒരുപാട് നീണ്ടുപോയി. സഫിയ ബീവിയെ ഒറ്റയ്ക്ക് വിടുന്നതെങ്ങനാ? നബിതങ്ങളൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ രണ്ട് അൻസാരികളായ സഹാബാക്കൾ അതുവഴി വരികയായിരുന്നു. നബിയും ഒരു പെണ്ണും നിൽക്കുന്നത് കണ്ടപ്പോ അവർ പെട്ടെന്ന് റൂട്ട് മാറ്റിയിട്ട് വേഗത്തിലങ്ങ് ഓടിപ്പോയി. ആ കാഴ്ച കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ, നിക്കണേ നിക്ക് സഹാബ, ഇങ്ങ് വാ, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നഹാ സഫിയ്യത്തു ബിന്തു ഹുയൈ, ഇത് ഹുയൈന്റെ മകള് സഫിയയാണ്. ഇന്നഹാ സൗജത്തി, ഇതെന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. എന്റെ അടുത്ത് നിന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അവര് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുക അങ്ങല്ലേ ഞങ്ങളെ സൽപന്താവിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്, അങ്ങല്ലേ ഞങ്ങളെ സൽസരണിയിലേക്ക് ആനയിച്ചത്, അങ്ങല്ലേ ഞങ്ങൾക്ക് എല്ലാ നന്മകളും പകർന്നു തന്നത്, അങ്ങല്ലേ ഞങ്ങൾക്ക് മുമ്പിൽ ജീവിതത്തിന്റെ പുസ്തകം തുറന്നു വെച്ചത്. ആ അങ്ങയെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുമോ? അങ്ങ് റസൂലല്ലേ. എന്താ നബിയെ നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ റസൂലേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ വന്നില്ല. ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞ വാക്കെന്താണ്? ഇന്നി ഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികും ശർറാ, റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ സഹീഹുൽ ബുഖാരിയിൽ മുഹമ്മദ് ഇബ്നു ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസാ. സഫിയ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. സഫിയ ബീവിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എന്താ റസൂലേ, ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിക്കുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ സമയത്ത് നബിതങ്ങൾ പറയുന്നു, ഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികും ശർറാ, ശൈത്താൻ നിങ്ങളുടെ കൽബിൽ ശർറോ, എന്തെങ്കിലും തിന്മയോ വിപത്തോ തെറ്റിദ്ധാരണയോ ഇട്ട് തന്നാലോ, അതുകൊണ്ട് ഞാൻ പേടിച്ചതാണ് എന്ന് പറഞ്ഞ റസൂൽ. അല്ലാഹുവിന്റെ ഖുർആൻ 5 സ്ഥലങ്ങളിൽ നിങ്ങൾ വെടിയണേ എന്ന് പറഞ്ഞു. 2 വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിഗ്രഹാരാധന, 3-മത്തേത് മദ്യപാനം, 4-മത്തേത് കള്ളത്തരങ്ങൾ പറയലും കള്ളസാക്ഷി നിൽക്കലും, 5-മത്തേത് തെറ്റിദ്ധാരണകൾ പരത്തലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.